പേര് വിദ്യാസ തോമസ് എന്നാണ്. ഞാനൊരു സിനി ആർട്ടിസ്റ്റ് ആണെന്ന് എനിക്ക് ധൈര്യത്തോടെ പറയാം. ഞാനൊരു വീട്ടമ്മ കൂടിയാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്, ചെറിയൊരു ബിസിനസ്സുണ്ട്, ചെറിയൊരു ക്ലാസിക്കൽ ഡാൻസറും കൂടിയാണ്. വലുതായിട്ടൊന്നും പറയുന്നില്ല, ചെറിയൊരു ക്ലാസിക്കൽ ഡാൻസറും കൂടിയാണ്. അതോടൊപ്പമാണ് ഫിലിമിൽ പിന്നെ ഇൻവോൾവ്ഡ് ആയിരിക്കുന്നത്. കോമഡി സ്റ്റാറിലുണ്ടായിരുന്നതാണ്. പിന്നെ സീരിയലുകൾ ചെയ്തിട്ടുണ്ട്. ബമ്പർച്ചേരി ആഘോഷത്തിലുണ്ടായിരുന്നു. പിന്നീട് ഏകദേശം ഒരു 35ഓളം ഷോർട്ട് ഫിലിംസുകൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 10-15 ആൽബംസ്, വെബ് സീരീസ് ഇങ്ങനെ കടന്നുപോയി. പിന്നീട് ഫിലിമിൽ ഇപ്പോൾ ഏകദേശം 29ഓളം ഫിലിമുകൾ കടന്നു പോയിട്ടുണ്ട്. റിലീസായിട്ടുണ്ട് 10-15ഓളം ഫിലിമുകൾ റിലീസായിട്ടുണ്ട്. ഈ 4 സീസണിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ വല്ലാത്തൊരു ആശങ്കയുണ്ടായിരുന്നു എനിക്ക്. കാരണം പുതിയ ഡയറക്ടർ, കാരണം ഇവരുടെ ക്രൂസ് ഒന്നും നമ്മുടെ മലയാളി ക്രൂസ് ആയിരുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്കൊരു നമ്മുടെ മലയാളത്തിലുള്ള ആളുകളുമായിട്ട് പരിചയപ്പെട്ട് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇവരെങ്ങനെ ആയിരിക്കും, ഈ ക്രൂ ഒക്കെ എങ്ങനെ ആയിരിക്കും, തമിഴ് ക്രൂസ് ആയിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു. പിന്നെ ഡയറക്ടർ പുതിയൊരാളാണ്, നമ്മൾ ഇതുവരെ ഒരു മേഖലയിൽ പരിചയപ്പെട്ടിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ മലയാളത്തിൽ ഒരിടത്തും പരിചയപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള കുറേ ആശങ്കകൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും സെറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു, ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. അപ്പോൾ തന്നെ പകുതി മുക്കാലോളം റിലാക്സ്ഡായി. പക്ഷേ എനിക്ക് കിട്ടിയ ക്യാരക്ടർ ഇതിൻ്റെ ഹീറോയുടെ അമ്മയുടെ വിഷയമായിരുന്നു. ഹീറോ ചെറുതായിരിക്കുന്ന സമയം തൊട്ട് വളർന്നു വരുന്ന കാലഘട്ടം. ചെറുതായിരുന്ന സമയത്ത് ഞാൻ കംഫർട്ടബിൾ ആയിരുന്നു എൻ്റെ ആ ഒരു ക്യാരക്ടറുമായിട്ട്. പക്ഷേ ഇതിലൂടെ മുതിർന്നു വന്ന ക്യാരക്ടറായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും കൗമാരക്കാരിലുണ്ടാകുന്ന ഉഴപ്പും കാര്യങ്ങളും പഠനത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കൂടെ നമ്മുടെ ഫാമിലിയിൽ, ഈവൻ എൻ്റെ ഫാമിലിയിൽ ഞാൻ എടുത്തിരുന്ന സ്ട്രെസ്സും സ്ട്രെയിനും അതെനിക്ക് അതുപോലെ ഇവിടെ അവിടെ കൊടുക്കാനുള്ള ഒരു സാധ്യത എനിക്ക് ഇവിടെ കിട്ടി. കാരണം മക്കളൊരു വഴിക്ക്, ഹസ്ബൻഡ് ഒരു വഴിക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉഴപ്പൊന്നുമല്ല. നമ്മൾ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു വീട്ടമ്മയുടെ കടമയാണ്, ഒരു ഭാര്യയുടെ കടമ, ഒരു അമ്മയുടെ കടമ. അതുപോലെ തന്നെ അതേ സെയിം സാധനം ഇവിടെ ചെയ്യേണ്ടത് ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്കിതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായത്. എന്താണ് 4 സീസൺസ് എന്നുള്ളതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായത്. മനസ്സിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ വൈകാരിക തലങ്ങളെ പല രീതിയിലായിട്ട് ഈ 4 സീസണുകൾ എന്ന് പറഞ്ഞ് പല രീതിയിലായിട്ട് നമുക്ക് പ്രകടിപ്പിച്ച് തരുന്ന, നമുക്കതെങ്ങനെയാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ള ഒരു വിഷ്വലൈസേഷൻ കൂടിയായിട്ടാണ് എനിക്ക് ഈ മൂവി ഫീൽ ചെയ്തിരിക്കുന്നത്. ഒരു മ്യൂസിക്കൽ എൻ്റർടൈനറാണ് തീർച്ചയായിട്ടും. ഒരു 7 സോങ്സോട് കൂടി തന്നെ കടന്നു പോകുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫിലിം തന്നെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ക്യാരക്ടർ അതായിരുന്നു. കാരണം ഞാൻ സെറ്റിൽ എൻ്റെ ക്യാരക്ടർ, എൻ്റെ സീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചിരിച്ചുകൊണ്ട് നടക്കും. അപ്പോഴത്തേക്ക് എൻ്റെ ഡയറക്ടർ വിളിച്ചു, ബിന്ദു ഡോണ്ട് ലോഫ് മച്ച്, ചിരിക്കാൻ പാടില്ല അധികം, കാരണം എൻ്റെ ഷോൾഡറിൽ നിനക്ക് ജീവിതത്തിൻ്റെ ഭാരം മുഴുവനുണ്ട്, ബി സീരിയസ്. അപ്പോൾ ഞാൻ സീരിയസ് ആവും. പിന്നെ ആ ക്യാരക്ടർ കയ്യിൽ നിന്ന് പോയി നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ പിന്നെയാണ് ഒന്ന് റിലാക്സ്ഡ് ആയത്. അതുപോലെ ചെറിയ സീനുകളിലാണെങ്കിൽ പോലും, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും സാറ് ഭയങ്കര കെയർഫുള്ളായിരുന്നു. കാരണം ഈവൻ ഒരാളുടെ അടുത്തേക്ക് സ്റ്റെപ്പ് കടന്ന് ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. കാരണം നമ്മുടെ കയ്യിൽ ഒരു ക്യാരക്ടർ കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്തേക്ക് എന്നൊരു ഡയലോഗ് പറയാമെന്ന് പറയും. നമ്മൾ അടുത്തേക്ക് ചെല്ലുന്ന ഡയലോഗിനകത്ത് സാറിന് അവിടെയും കൗണ്ടുണ്ട്, എത്ര സ്റ്റെപ്പ് വേണം, എത്രാമത്തെ സ്റ്റെപ്പിൽ ആ ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യണം, കൈ എവിടെ വെക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്തെല്ലാം. അപ്പോൾ അതെനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഏതായാലും സാറിൻ്റെ അതിൻ്റെ സാറിൻ്റെ ആ ഒരു ആഗ്രഹം അനുസരിച്ച്, അല്ലെങ്കിൽ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു ഒരു ആർട്ടിസ്റ്റിൻ്റെ ഏത് ക്യാരക്ടറായിരുന്നു അതിനനുസരിച്ച് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ചെറിയൊരു വിശ്വാസം എനിക്കുണ്ട്. ഏതായാലും ഫിലിം കാണുമ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം പ്രോത്സാഹിപ്പിക്കണം. വലിയൊരു മെഗാ ഹിറ്റ് എന്നൊന്നും പറയുന്ന ഒരു രീതിയിലേക്ക് കടക്കുന്നില്ല എങ്കിൽ പോലും സാധാരണ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ മുതിർന്നവർക്കും എല്ലാവരും കണ്ടിരിക്കേണ്ട, അതോടൊപ്പം തന്നെ നമുക്ക് സ്ട്രെസ് റിലീഫായ മ്യൂസിക്കൽ എൻ്റർടൈനോടുകൂടി വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ കൗമാരക്കാർക്ക് ഇഷ്ടപ്പെടുന്ന, നമ്മുടെ ഫാമിലി ആയിട്ടുള്ളവർക്ക്, പേരൻസിന് ഇഷ്ടപ്പെടുന്ന, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു മൂവിയാണ്. തീർച്ചയായിട്ടും എനിക്കിതിനകത്തൊരു അഭിനയിക്കാൻ കിട്ടിയെന്ന് പറയുന്നത്, അതായത് ഞാൻ മിക്കവാറും ട്രാൻസ്ഫോം ചെയ്തിട്ട് ഓരോന്നിനും ചെയ്തിരിക്കുന്നത്, കൊറോണ ദവാനിൽ ചെയ്തിരിക്കുന്ന വേറൊരു വേഷം, അതുപോലെ കുടുംബശ്രീ ഇരിക്കുന്ന സമയത്ത്, പിന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത്, പിന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ സ്വന്തം ഭർത്താവ് കൊല്ലപ്പെടുമ്പോൾ കാണുന്നത്, അതുപോലെ പല ഏരിയകളിൽ കൂടെ കടന്നു വരാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ. അതുപോലെ ആദ്യം അമ്മു എന്ന് പറഞ്ഞ പടത്തിൽ പക്ക പിച്ചക്കാരിയായിട്ടാണ്, ഒരു മാഫിയ കിങ് ആയിട്ടാണ്, മാഫിയയിൽ കുട്ടികളെ കടത്തിക്കൊണ്ടുപോകും. കംപ്ലീറ്റ് ട്രാൻസ്ഫോം ആയിരുന്നു. എൻ്റെ ബോഡിയെല്ലാം കറപ്പിച്ച് തനി പിച്ചക്കാരിയുടെ ഒരു റുക്കിൽ തന്നെ. അതെല്ലാം എനിക്ക് ഓരോ ഇതിനകത്തും അതുപോലെ തന്നെ ആദ്യം ഒരു ചെറിയ കുട്ടിയുടെ അമ്മയായിട്ട് വരും, പിന്നീട് അതൊരു മുതിർന്ന കുട്ടിയായി വന്നു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ക്യാരക്ടർ ട്രാൻസ്ഫോം ചെയ്യാനുള്ള, എൻ്റെ ഒരു സെയിം എൻ്റെ ബോഡിയൊക്കെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു ഭാഗ്യം
അതാണ് എനിക്ക് അതാണ് എൻ്റെ ഈ കലാജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ കരുതുന്നത്. ഇപ്പോഴും ഒരു ട്രാൻസ്ഫോർമേഷനിൽ കൂടെ കടന്നു പോകാൻ പറ്റുന്നത് വിവിധ തരങ്ങളുടെ വ്യത്യസ്തരമായ കഥാപാത്രങ്ങളെ. അതുകൊണ്ടിപ്പോൾ ഒരേ സെയിം ഇതിൽ കാണാത്തതുകൊണ്ട് ഒരു കഥാപാത്രം കണ്ട് ഇറങ്ങി ഞാൻ അടുത്ത് നിന്നാൽ പോലും ആരും മനസ്സിലാക്കത്തില്ല ഇന്നയാളാണ് ഇത് ചെയ്തത് എന്ന് മനസ്സിലാക്കത്തില്ല. അത് എന്നാലും എനിക്ക് സങ്കടമൊന്നുമില്ല. ക്യാരക്ടറിനെ എല്ലാവരും വിജയിപ്പിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഇതിനകത്തൊരു സീൻ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാം പ്രേക്ഷകരുടെ കയ്യിലേക്ക് വിടുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് കണ്ട് വിജയിപ്പിക്കണമെന്നും നിങ്ങളുടെ എല്ലാ മീഡിയ സുഹൃത്തുക്കളുടെ എല്ലാ സപ്പോർട്ടിനും, നിങ്ങളാണ് എല്ലാം ഏറ്റവും മെയിൻ, എല്ലാ സപ്പോർട്ടിനും ഏറെ സ്നേഹത്തോടുകൂടി നന്ദി പറയുകയാണ്.